മേയർക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം. നഗരസഭയുടെ ഭാഗമായി 17 അതുപോലെ തന്നെ കഴക്കൂട്ടം മേഖല കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ നമ്മൾ ഒരു 10 ടാങ്കുകൾ അവിടെ സ്ഥാപിച്ചിരുന്നു. 17 ടാങ്കറുകൾ ഇപ്പോൾ നഗരത്തിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ വാട്ടർ അതോറിറ്റിയുടെ 14 ടാങ്കറുകളും ഇപ്പോൾ സർവീസ് നടത്തുന്നു. കൂടുതൽ വാഹനങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതീക്ഷിച്ചതുപോലെയല്ല നമ്മൾ ഇന്ന് രാവിലെ തന്നെ 6 മണിക്ക് ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു വാൽവിലുണ്ടായ തകരാറ് മൂലം വീണ്ടും ചില പണികൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉള്ള അവസ്ഥ തന്നെയാണ്. എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേർന്നത്. പ്രശാന്ത്, ഒരു വാൽവിൽ പിടിച്ചിരിക്കുകയാണ്. സാങ്കേതികത വിശദീകരിച്ചാൽ നാട്ടുകാർക്ക് കുടിവെള്ളമില്ലാത്തതിൻ്റെ പ്രതിസന്ധി മാറില്ലല്ലോ. ഒരു വാൽവ് കേടായത് കൊണ്ട് എന്തൊക്കെയോ പറ്റിപ്പോയി, എന്താണ് മേയറും മന്ത്രിമാരും ഒക്കെ പറയുന്നത്? അങ്ങനെയല്ലല്ലോ. ഇതിപ്പോൾ 4 ദിവസമായി, 2-3 ദിവസമാണ് ഈ വാൽവിൽ പമ്പ് ചെയ്തപ്പോൾ പ്രശ്നമുണ്ടായത്. അല്ല, വാൽവിൽ പിടിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന പ്രതിസന്ധിയൊന്നുമല്ല തിരുവനന്തപുരം നഗരത്തിൽ. ഇതെന്താ അപ്രതീക്ഷിതമായി പെട്ടെന്നുണ്ടായ പണിയാണോ? ആ ദൃശ്യങ്ങളിൽ പ്രശാന്ത് ദൃശ്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെയാണ് പണികൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രശാന്ത്, ഈ റെയിൽവേ ലൈൻ ആയതുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായ BJP പോലും ഒന്നും പ്രതികരിക്കാത്തത്, മിണ്ടാതിരിക്കുന്നത്? രതീഷ്, ഇവിടെ ആര് പ്രതികരിക്കാതിരുന്നിട്ടും കാര്യമില്ല. ഞാൻ തൊട്ട് മുൻപ് നമ്മുടെ ക്യാമറമാനോട് അദ്ദേഹത്തിൻ്റെ ബിജുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ വിളിച്ച് ചോദിക്കുകയാണ്, രാവിലെ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കക്കൂസിൽ പോകാൻ പോലുള്ള വെള്ളമില്ലാത്ത സ്ഥിതിവിശേഷം, വെള്ളം കിട്ടുമോ എന്ന് ആളുകൾ നമ്മളെ അറിയുന്നവരെല്ലാം വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് സാഹചര്യം. പിന്നെ 1 മണിക്കൂർ മുൻപാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ എത്തുമ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താനാണ് അദ്ദേഹം എത്തിയത്. ആ സമയത്ത് രതീഷ് കണ്ടതാണ്. ആ സമയത്ത് കണ്ട രീതിയിൽ തന്നെയാണ് പൈപ്പിൻ്റെ നിർമ്മാണം ഇപ്പോഴും നിൽക്കുന്നത്. വൈകിട്ട് 4 മണിയോടെ പുനഃസ്ഥാപിക്കുമെന്ന് പറയുമ്പോഴും ഈ പൈപ്പ് ബന്ധിപ്പിക്കുന്ന പണിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അവർ വേഗത്തിൽ തന്നെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം, നമ്മൾ ഈ വിഷയം വളരെ കാര്യക്ഷമമായി ഈ വിഷയം ഉന്നയിക്കുന്നത് നമ്മൾ മണക്കാടെല്ലാം കണ്ടതാണ്. ഒരാളുടെ ജീവൻ പോലും നഷ്ടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ, ഈ കുടിവെള്ള പ്രശ്നം മാറിയിരിക്കുന്നു എന്നതാണ്. അതായത് ഇവിടെ പ്രധാന പ്രശ്നം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പൈപ്പ് ലൈൻ എന്നത് ഐരാണിമുട്ടം ടാങ്കിലേക്ക് വെള്ളം എത്തിക്കേണ്ട പൈപ്പ് ലൈനാണ്. അരുവിക്കരയിൽ നിന്ന് വരുന്ന ജലം ഈ പൈപ്പ് ലൈനിലൂടെ വേണം ഐരാണിമുട്ടം ടാങ്കിലെത്തുകയും ആ പ്രദേശത്ത് മണക്കാട്, ആറ്റുകാൽ മുതലായ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം എത്തിക്കേണ്ടത് ഈ ലൈനിൽ കൂടെയാണ്. അപ്പോൾ ഈ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ അരുവിക്കരയിൽ നിന്നുള്ള ജലം എത്തിക്കുന്ന വാൽവ് തുറക്കാൻ സാധിക്കൂ. തൊട്ടപ്പുറത്ത് മേയറെല്ലാം നിൽക്കുന്നതിന് തൊട്ടപ്പുറത്തെ ഭാഗത്ത് രാവിലെ സംഭവിച്ചത്, അവിടെ ഒരു വാൽവുണ്ട്. ആ വാൽവ് ഇവർ പണി പൂർത്തിയാക്കുകയും ആ വാൽവ് തുറക്കുകയും ചെയ്ത സമയത്ത് ആ വാൽവിൽ ഇന്നലെ രാത്രിയോടെ ചോർച്ച കണ്ടെത്തി. അതുകൊണ്ട് ഒരുപക്ഷെ ആ വാൽവിൻ്റെ പണി പൂർത്തിയായിരുന്നെങ്കിൽ തിരുമല, പൂജപ്പുര, ജഗതി ഭാഗത്തെല്ലാം തന്നെ വെള്ളം കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഇപ്പോൾ ഈ പണി വൈകുന്നു എന്ന് പറയുമ്പോഴും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അടിസ്ഥാനപരമായി വേണ്ടത് കൂടുതൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുക എന്നതാണ്. മേയർ ആര്യ രാജേന്ദ്രൻ നമ്മോടൊപ്പം ഉണ്ട്. മേയർ, ഇത് പ്രശ്നം സാങ്കേതികമായ കാരണമാണ്. അതായത് അവിടെ വാൽവിൽ ഉണ്ടായ ചോർച്ച കാരണം ഈ പണി ഇപ്പോൾ ഒരു പ്രദേശത്തേക്ക് വെള്ളം നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആളുകളുടെ പ്രശ്നം വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് കൂടുതൽ ടാങ്കർ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് നഗരസഭയാണ് ഇടപെടേണ്ടത്. എന്ത് ഇടപെടലാണ് നടത്തിയത്? അല്ല, ഇപ്പോൾ നിലവിൽ നഗരസഭയുടെ ഭാഗമായി ഏതാണ്ട് 17 ടാങ്കറുകൾ ഇപ്പോൾ നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂട്ടാൻ ആവശ്യമായ ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. സമീപത്തെ പഞ്ചായത്തുകളിൽ നിന്നടക്കം പുതിയ ടാങ്കറുകൾ എത്തിക്കുന്നതിന് വേണ്ടി ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൗൺസിലർമാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും വിളിക്കുന്ന അനുസരിച്ച് കൊണ്ടുള്ള ഇടപെടൽ നമ്മളിപ്പോൾ അവിടെ നടത്തുന്നുണ്ട്. അതിന് പുറമെ 14 ടാങ്കറുകൾ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നഗരത്തിൽ ഓടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രിയുമൊക്കെ പൂർണ്ണമായും ഉറങ്ങാതെ തന്നെ നമ്മുടെ ഡ്രൈവർമാരെല്ലാം അവർ ഓടുന്ന സാഹചര്യം വന്നു. അപ്പോൾ രാവിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് അവർ മാറിയതിന് ശേഷം പുതിയ ഡ്രൈവർമാരെ റീപ്ലേസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. 33-ലധികം വരുന്ന വാർഡുകളാണ്. അവിടെ ഈ 17 അല്ലെങ്കിൽ ഈ 14 കൂടി കൂട്ടിച്ചേർത്താലും ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കൂ. കാരണം 2 ദിവസത്തേക്കെല്ലാം ആളുകൾക്ക് അവരുടെ വീടുകളിൽ ടാങ്കുള്ളവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 4 ദിവസമായി ആളുകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. ഇപ്പം ഞങ്ങളിവിടെ ലൈവിൽ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളോട് പലരും വിളിച്ചു നോക്കിയാൽ എപ്പോൾ വെള്ളം വരും, അവർക്ക് രാവിലെ എഴുന്നേറ്റുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ലുള്ളതാണ് ഈ പ്രശ്നം. ഇപ്പോൾ മേയറാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രിമാരൊക്കെ ആണെങ്കിലും ഇപ്പോൾ ടാങ്കറുകൾ എത്തിക്കാൻ സാധിക്കുന്നവർക്ക് അത് സാധിക്കും. പക്ഷേ സാധാരണക്കാർക്ക് ഒരു പ്രശ്നം തന്നെയാണ്. അവരതാണ് വിളിച്ചു ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നമ്മളും സാധാരണക്കാർ തന്നെയാണ്. അതിനകത്തൊന്നും വേറെ തർക്കമൊന്നുമില്ല. ഇപ്പോൾ മേയറായതുകൊണ്ടും മന്ത്രിയായതുകൊണ്ടും സ്പെഷ്യലായിട്ട് ടാങ്കറുകളൊന്നും ഞങ്ങളൊന്നും എവിടെയും കൊണ്ടുപോകുന്നില്ല.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യം പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രാധാന്യത്തോടു കൂടി കാണുന്നത് ജനങ്ങളുടെ ആവശ്യം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ 1 വയസ്സ് പ്രായമായ കുട്ടിയുണ്ട്. ആ കുഞ്ഞിനടക്കം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വെള്ളത്തിനെയാണല്ലോ ആശ്രയിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ആ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നവരാണ്. നമുക്ക് ഒരു ദിവസം വെള്ളം ഇല്ലാതിരുന്നാലുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. വലിയൊരു ടെൻഷനും വലിയൊരു സ്ട്രെസ്സും തന്നെയാണ്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർ ഇത്രയും സഹിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വെള്ളമില്ലാതെ, കറണ്ട് ഇല്ലാതെ പിന്നെയും നമുക്ക് ഇരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നമുക്ക് എവിടെയെങ്കിലും പോകാം, പുറത്ത് സഞ്ചരിക്കാം. പക്ഷെ വെള്ളമില്ലാതാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. കുഞ്ഞുണ്ട് എന്ന് പറയുന്നു. മേയറുടെ വീട്ടിൽ മാത്രമല്ല, 10 ലക്ഷത്തിലധികമുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ ആകെ ജനസംഖ്യ. അതിൽ കുറഞ്ഞത് ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം പേർക്കെങ്കിലും, ഈ കണക്കനുസരിച്ച് അത്രയും പേർക്കെങ്കിലും വെള്ളമില്ല. അവിടെയാണ് ഈ 17 ടാങ്കറിനെയും 14 ടാങ്കറിനെയും ഉറക്കമൊഴിഞ്ഞ കണക്കൊക്കെ പറയുന്നത്. മേയറുടെ വീട്ടിലടക്കം കുഞ്ഞുങ്ങളുള്ള എല്ലാ വീടുകളിലും വെള്ളം അത്യാവശ്യമാണ്, മറ്റെല്ലാവർക്കും അത്യാവശ്യമാണ്. ഈ 4 ദിവസം ഇങ്ങനെ വെള്ളം മുടങ്ങും, അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും ഇങ്ങനെ വെള്ളമില്ലാതാകും എന്ന പ്രതിസന്ധി എന്തുകൊണ്ട് ഇവർ മുൻകൂട്ടി കണ്ടില്ല? അതൊന്ന് ചോദിക്കാമോ? എന്തുകൊണ്ടാണ് ഒരു ക്രമീകരണം ഏർപ്പെടുത്താൻ മുൻകൂട്ടി കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് ഈ വീഴ്ചയുടെ 4-ാം നാളല്ലല്ലോ ഉറക്കമെഴുന്നേറ്റ് വന്ന് ഇവിടെ പണി എന്തായി എന്ന് മന്ത്രിയും മേയറും ഒക്കെ വന്ന് നേരിട്ട് നോക്കാൻ? പ്രശ്നമുള്ളത് ഇപ്പം 2 ദിവസം ജനങ്ങൾ സഹിക്കും. ഇപ്പോൾ സാധാരണഗതിയിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരു വർക്ക് നടക്കുമ്പോൾ 2 ദിവസം ആളുകൾ സഹിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ടാങ്കർ ലോറിയൊക്കെ ആശ്രയിക്കുക, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചോ. പക്ഷെ ഇത് 4-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വീഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഇത് സഹിക്കേണ്ടതുണ്ടോ? കാരണം അപ്പോൾ അതിന് ചെയ്യേണ്ടത് അവർക്ക് എത്രയും പെട്ടെന്ന് പകരം സംവിധാനം എത്തിച്ചു കൊടുക്കാന്നല്ല. അത് എത്തുന്നില്ല. പലരും നമ്മോട് ഓഫീസിൽ ലാൻഡ്ഫോണിലെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. മുൻകൂട്ടി കാണാൻ കഴിയാത്തതാണ്. അതായത് ഇപ്പോൾ 2 മാസം മുമ്പ് റെയിൽവേ ഒരു അറിയിപ്പ് നൽകിയിരുന്നതാണ് എത്രയും പെട്ടെന്ന് ഈ പണി നടത്തുന്നത്. 2 മാസം മുൻപെന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയമാണ്. ആളുകൾക്ക് ഒരു ബദൽ സംവിധാനങ്ങളോ അല്ലെങ്കിൽ കുറച്ച് സാവകാശം സർക്കാരിന് നഗരസഭയ്ക്ക് എല്ലാം ലഭിക്കും. എന്തുകൊണ്ട് അതുണ്ടായില്ല? അല്ല, അത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമല്ലേ, നഗരസഭ ചെയ്യുന്ന വർക്കല്ല. പക്ഷെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം വിഷയങ്ങൾ ഇന്നലെ റിവ്യൂ മീറ്റിംഗിൽ തന്നെ മിനിസ്റ്റർ പറഞ്ഞു. വാട്ടർ അതോറിറ്റി അതിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമയത്ത് മിനിസ്റ്റർ ഇത് സൂചിപ്പിച്ചിരുന്നു. കാരണം ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട കാര്യമാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ 2 ദിവസമൊന്നുമല്ല, 1 മണിക്കൂർ വെള്ളം ഇല്ലാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വാട്ടർ അതോറിറ്റി ആ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ പെട്ടെന്ന് ഇത് വർക്ക് ചെയ്യാമെന്നുള്ള ധാരണയിലാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് മിനിസ്റ്ററിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം. അത് ഇന്നലെ തന്നെ മിനിസ്റ്റർ പറഞ്ഞു. കൂടുതൽ അതിനകത്ത് മറ്റ് വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിഷയത്തിന് ശേഷം, ഇത് പരിഹരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഉറപ്പായിട്ടും പറയുന്ന പതിവ് പല്ലവി തന്നെയാണ് മേയറടക്കം ആവർത്തിക്കുന്നത്. സാങ്കേതിക പ്രശ്നമാണ്, ഇപ്പോഴല്ലല്ലോ ഇതൊന്നും ചർച്ച ചെയ്യേണ്ടത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പരിഹരിക്കാം, ചർച്ച ചെയ്യാം. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരാളുടെ ജീവൻ മുങ്ങിപ്പോയി. കുറേ ദിവസം കേരളം ഉറക്കമിളച്ചിരുന്ന് അയാൾക്ക് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോഴും ഇപ്പോഴല്ലല്ലോ ഈ വിമർശനം ഒന്നും പറയേണ്ടത്. പിന്നീട് പിന്നീട് ചർച്ച ചെയ്യുന്നു, ആര് ചർച്ച ചെയ്യുന്നു, എന്തുണ്ടാകുന്നു? അതുതന്നെയാണ് ഈ കുടിവെള്ള കാര്യത്തിലും തിരുവനന്തപുരത്ത് എല്ലാ കാലത്തും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്.